ആള് കുറവാണല്ലോ. ആണോ? വെയിറ്റ് ചെയ്യണോ? തുടങ്ങിക്കോ, കുഴപ്പമില്ല. 1 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാനൊരു നോട്ട്സിന്റെ കുറച്ച് ഭാഗം ഒന്ന് അയച്ചു തന്നായിരുന്നു. കിട്ടിയായിരുന്നോ? നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? അത് മലയാളത്തിലാണെങ്കിലും ചില വാക്കുകളൊക്കെ പ്രയാസമായിരിക്കും തോന്നല്ലയോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇടയ്ക്ക്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ഓടിച്ചു പോകാം. അന്നേരത്തേന് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കയറുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച? വാക്യത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. നോട്ട്സ് നോക്കാതെ മനസ്സിലായ കാര്യങ്ങൾ പറ. ഇല്ലെങ്കിൽ ഒന്നുകൂടെ വേണേ പറഞ്ഞുതരാം. വാക്യം എന്നാൽ എന്താണെന്നും ഓക്കെ. വാക്കുകളുടെ നിങ്ങൾ അന്നേരം ഒന്നും ഓർക്കുന്നില്ലേ? ഈ നിർദ്ദിഷ്ടമായ വ്യാഖ്യാനം, ആശ്ചര്യമായ വ്യാഖ്യാനം, ഇത് രണ്ടും പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു. അത് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നമ്മള് സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കുന്നതും, അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ആത്മാവ് എന്ന വാക്ക് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണെന്ന്. പിന്നെ പറഞ്ഞത് നമ്മള് ഗ്രാമർ ചിട്ടപ്പെടുത്തലുകൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞില്ലയോ? അത് എന്തിനെ ആസ്പദമാക്കിയുള്ളത്? ആശ്ചര്യത മനസ്സിലാക്കിയാണോ? അല്ല, നമ്മളിപ്പോ ഒരു വാക്ക്, ഒരു സെന്റൻസ് നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകത്തിലെ ആണെങ്കിലും ഏത് പുസ്തകത്തിലെ ആണെങ്കിലും ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഗ്രാമർ ഉണ്ടല്ലോ. ഒന്നിലെ ഭൂതകാലത്തോ അല്ലെങ്കിൽ വർത്തമാനകാലത്തോ ഭാവി കാലത്തെ കുറിച്ചോ കാര്യമായിരിക്കാം. അപ്പൊ അത് തിരിച്ചറിയുന്നത് ഒരു പരിധി വരെ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. മനസ്സിലായോ? അതാണ് ഞാൻ ആ ടെക്സ്ച്വൽ ക്രിറ്റിസിസത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ഗ്രാമറും അതിന്റെ രീതികളും മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പറയാൻ കൂടി ചേർത്ത് ചിലപ്പോ ചില വാക്കുകളായിരിക്കും, ആ വാക്കുകള് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ അന്വേഷണം ആവശ്യമായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അത് മനസ്സിലാക്കിയതിന് ശേഷം പശ്ചാത്തലത്തിന് ഉചിതമായിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു നിരൂപണം നമുക്ക് നടത്താനായിട്ട് കഴിയും. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. വേറെ പിന്നെ കോണ്ടക്സ്റ്റുവൽ പറഞ്ഞത് പാഠഭാഗത്തെ ഏത് സന്ദർഭത്തിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കണം. അതെ, എഴുത്തുകാരന്റെ ഉദ്ദേശവും മനസ്സിലാക്കണം. അതാ നമ്മൾ ആ സന്ദർഭ പശ്ചാത്തലം അല്ലായിരുന്നു? അതെ 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 ആ ടെക്സ്ച്വൽ സെർമണിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തോന്നുന്നു ഞാൻ പറഞ്ഞത്. അതെ. പിന്നെ പുരോഗമന വെളിപ്പെടുത്തൽ തത്വം, അത് പറഞ്ഞ തിരുവെഴുത്ത് സ്വയം വ്യാഖ്യാനിക്കുന്ന ഇല്ലേ എന്ന തത്വം. പിന്നെ അത് തന്നെ പറഞ്ഞത് വേദപുസ്തകം തന്നെ വേദപുസ്തകത്തെ തന്നെ വ്യാഖ്യാനിക്കുന്നു. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പം നമ്മൾ അതിനെ സാധൂകരിക്കാനായിട്ട് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് വാക്യങ്ങൾ എടുത്ത് പറയത്തില്ലയോ? റെഫറൻസ് പറയത്തില്ലേ? അതെന്തിനാ പറയുന്നത്? നമുക്ക് കുറെ വാക്യങ്ങൾ അറിയാമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അതിനു വേണ്ടി ആയിരിക്കാം.
പക്ഷേ സാമ്യമുള്ളത്. അത് നമുക്ക് ആ ഒരു ആശയം, ആ ഒരു വിഷയം ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് പറയുന്നതിനോ മനസ്സിലാക്കുന്നതിനോ നിരീക്ഷിക്കുന്നതിനോ ഒക്കെ ആയിരിക്കാം. പിന്നെ വർഗതത്വം, വർഗതത്വം. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പല രീതിയിലുള്ള തത്വങ്ങൾ വേദപുസ്തകത്തിലുള്ളത്. അതൊന്ന് പറയാൻ പറ്റാ? അത് വർഗതത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വേദപുസ്തകത്തിന്റെ വിവിധ സാഹിത്യ രൂപങ്ങളുണ്ട്. ഒന്ന് ചരിത്രം, ഒന്ന് കാവ്യം, ഒന്ന് എന്താ പറയാ, സാഹിത്യം, സാഹിത്യ രൂപങ്ങൾ, ജനാസ് എന്ന് പറയും. അത് പല രീതിയിലുള്ള ഇതുള്ളത് കൊണ്ട് പര്യായമല്ലേ അങ്ങനെ. ഈ ഒന്നാം സങ്കീർത്തനം പറഞ്ഞില്ലായിരുന്നോ? ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ. അത് സമാന്തരത്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ 3 പര്യായ പദങ്ങളാണ്. സമാന്തര പര്യായ പദങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉപമകൾ. നിങ്ങളെല്ലാം കൂടെ ഒരു അവിയൽ പോലാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. അതിനെ ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് ശരിയാക്കി എടുക്കണം. കുറെ ആശയങ്ങളുണ്ട്, അതിനെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് രാവിലെ അയച്ച നോട്ട്സ് ഉണ്ടല്ലോ, അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ആ ഫ്ലോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഉണ്ട്, അത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ അയച്ചു. ഓക്കെ. പിന്നെ പറഞ്ഞ പ്രസംഗത്തെ കുറിച്ച് നമ്മള് തുടങ്ങിയതേ ഉള്ളായിരുന്നു അല്ലയോ? തുടങ്ങി. അതിന്റെ എങ്ങനെയാണ് അത് ഒരു പ്രസംഗം എങ്ങനെ ചെയ്യണമെന്ന് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. അവസാനം അത് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു ഘടനയെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലയോ? അതായത് അതിന്റെ ഈ ബോഡി ഓഫ് ദ സെർമൺ, അതിനെ കുറിച്ച് അതെ, കോമ്പണന്റ്സ് ഓഫ് ദ സെർമൺ, അതാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് നോട്ട്സ് ആയിട്ട് അയച്ചത്. അത് നിങ്ങൾ ഒന്നുകൂടെ വായിക്കണേ. അതിനകത്ത് ആ ഇൻട്രൊഡക്ഷന്റെ വ്യത്യാസങ്ങളും ഇൻട്രൊഡക്ഷന്റെ പല പിരിവുകളും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ ബോഡി ഓഫ് ദ ഔട്ട്ലൈനിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ എക്സിജീസിസ് ചെയ്യുന്നതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഞാൻ ലേറ്റർ അയച്ചു തരാം. അന്നേരം കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ തുടങ്ങിയാലോ? റെഡിയാണോ? ഓക്കെ. ഒരാൾ വന്നിട്ടുണ്ടല്ലോ, ആശ ബിജോയ് കൊച്ചമ്മ. ആകെ 15 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്നാ തുടങ്ങാം. ഇന്നത്തെ മെയിനായിട്ട് ഇടയ്ക്ക് ഒത്തിരി ശബ്ദമുഖരിതമായ സ്ഥലത്തിരിക്കുന്നവര് നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യണേ. അല്ലാത്തത് ഓൺ ആക്കിയിട്ടാൽ കുഴപ്പമില്ല. എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ കയറി ഞാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങോട്ട് പറയും. ആ സൗണ്ടേ ഞാൻ നിങ്ങളുടെ കൂട്ടി വെച്ചിരിക്കുക, നിങ്ങളുടെ സൗണ്ട് കേൾക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച ഒരു സെക്കൻഡേ. ഹലോ, കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നു.
ഒരു ഫോൺ വന്നായിരുന്നു. ചെയ്യുന്നുണ്ട്. അവ എടുക്കുമ്പോ എല്ലാം കാണുകയും ചെയ്യും കേൾക്കുകയും ചെയ്യും. ഓളം കൂട്ടിയിട്ട് ഓക്കെ നമുക്ക് തുടങ്ങാം. ഇടയ്ക്ക് ഒരു സർവീസിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ വിളിച്ചായിരുന്നു. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ദ സെർമൺ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ടാണ് ഇന്ന് സമയമെടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രഭാഷണത്തിലെ ആശയവിനിമയം എന്നുള്ളതാണ് ഇന്നത്തെ ടൈറ്റിൽ. അപ്പൊ നിങ്ങൾ എഴുതുന്നവര് അങ്ങനെ എഴുതിക്കോ, കുഴപ്പമില്ല. നാം പ്രസംഗം തയ്യാറാക്കുന്നതിൽ ഇതുവരെ നടന്നതെല്ലാം പ്രസംഗത്തിൽ ഏർപ്പെടുന്ന പകുതി ജോലികളാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ പകുതി ജോലികളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതും പഠിച്ചതും ഒക്കെ. ഇനിയും അതിൻ്റെ അടുത്ത പകുതി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഓർക്കല്ല, ഒരു ഔട്ട്ലൈൻ ഉണ്ടായാൽ, ഒരു പ്രസംഗത്തിന് ടൈറ്റിൽ ഉണ്ടായാൽ, ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വാക്യം കിട്ടിയാൽ, സെർമൺ എല്ലാം നമ്മൾ എഴുതി പ്രിപ്പയർ ആക്കിയാൽ ഉടനെ സെർമൺ ആകുമെന്ന് അല്ലെങ്കിൽ പ്രസംഗമാകുമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഒരു പകുതി കാര്യങ്ങൾ മാത്രമേ ആകത്തുള്ളൂ അവിടെ വരെ. ഇനിയും പകുതി കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യ പകുതി എന്ന് പറയുന്നത് ഉള്ളടക്കത്തെക്കുറിച്ചും അടുത്ത പകുതി ആശയവിനിമയത്തെക്കുറിച്ചും ആണ് എന്നുള്ളത് ഓർക്കണം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്തായിരിക്കും? അല്ല, ഉള്ളടക്കത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി ഓഫ് ദ സെർമൺ, ഇതൊക്കെ പറഞ്ഞില്ലേ? കൺക്ലൂഷൻ വരെ പറഞ്ഞില്ലേ? അപ്പൊ ആ ഉള്ളടക്കം എല്ലാം ആയി. ഇനിയിപ്പോ ഇന്ന് പറയാൻ പോകുന്നത് ആശയവിനിമയത്തെ കുറിച്ചാണ്. ഇപ്പൊ നമ്മള് എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മള് ഓൾറെഡി തയ്യാറാക്കിയിരിക്കുന്നതായ പ്രസംഗം എങ്ങനെയാ ഇതൊന്ന് ആശയവിനിമയം നടത്തുന്നത്. ഇപ്പൊ നമ്മൾ പ്രസംഗം തയ്യാറാക്കി കഴിഞ്ഞാൽ പ്രസംഗം കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഓണാക്കിയിട്ടിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്തത്, എന്നാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നത്തുള്ളൂ. പ്രസംഗം എല്ലാം നമ്മൾ എഴുതി വെച്ചെന്ന് വെക്കുക. നമ്മള് പേപ്പറിലെല്ലാം എഴുതി വെച്ചു. പ്രസംഗം കഴിഞ്ഞോ? അത് അവതരിപ്പിക്കണം. അത് അവതരിപ്പിക്കാനായിട്ടുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചില പ്രസംഗകർ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കത്തിൽ നല്ലവരാണെങ്കിലും മോശം ആശയവിനിമയക്കാരാണെന്ന് പറയാറുണ്ട്. ഒന്ന് പറയട്ടെ, പ്രസംഗത്തിന്റെ ഉള്ളടക്കം ശരിയാണ്, നല്ലതാണ്, എങ്കിലും മോശം ആശയവിനിമയക്കാരാണ്, അത് അവതരിപ്പിക്കുന്നതിൽ വളരെ പരാജിതരാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കവും അതിന്റെ ആശയവിനിമയവും ഒരുപോലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് എന്നുള്ളത്. പ്രസംഗിക്കുന്നത് ഒരു കലയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? ഒരു കലയാണ്. അതിനാൽ അതിനെ എത്രമാത്രം മെച്ചപ്പെടുത്തുന്നുവോ അത് നമ്മുടെ പ്രസംഗത്തെ, നമ്മുടെ പ്രസംഗത്തിന്റെ ആശയവിനിമയത്തെ, അതിനെ മറ്റുള്ളവരോട് സംവദിക്കുന്നതിന് അല്ലെങ്കിൽ അവരുമായിട്ട് അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. പ്രഭാഷണങ്ങൾ തയ്യാറാക്കുന്നത് കഠിനാധ്വാനമാണ്. കഠിനാധ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും
ആ പ്രസംഗത്തെ നന്നായിട്ട് അധ്വാനം ചെയ്ത് വികസിപ്പിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ആശയവിനിമയ വൈദഗ്ധ്യം തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആശയവിനിമയം പ്രസംഗകന്റെ അടിസ്ഥാന ഉപകരണം. പ്രസംഗത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഉപകരണമാണ് എന്ത്? ആശയവിനിമയം. കമ്മ്യൂണിക്കേറ്റിംഗ് ദ സെർമൺ. അപ്പോ ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ശ്രോതാക്കളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവരിലേക്ക് പ്രസംഗകൻ ഫലപ്രദമായി ആശയവിനിമയം നടത്തണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ഉള്ളടക്കം വിഷയമാണെങ്കിൽ പ്രേക്ഷകർ ലക്ഷ്യമാണ് എന്ന് പറയാറുണ്ട്. ഉള്ളടക്കം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷയമാണ് എങ്കിൽ പ്രേക്ഷകരാണ് നമ്മുടെ ലക്ഷ്യം. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറയാം. അതായത് നമ്മുടെ കയ്യിലുള്ള എഴുതിയ അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ വെച്ചിരിക്കുന്നതായിട്ടുള്ള സെർമൺ ഒന്നിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കാം. ഈ രണ്ട് കാര്യങ്ങളും ആകാം. പലരും പല രീതിയിലാണ് അതിനെ കാണുന്നത്. ചിലര് നോക്കി നമ്മൾ എഴുതി വെച്ചിട്ട് അത് നോക്കിയേ പറയാറുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് നോക്കിയേ പറയത്തുള്ളൂ. ചിലരൊന്നും എഴുതാറില്ല, മനസ്സിൽ കുറിച്ച് വെച്ചിട്ട് പോയി പ്രസംഗിക്കും. അത് ഒരു ഭാഗം. അതേസമയം തന്നെ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവരാണ്, ശ്രോതാക്കളാണ്. ഇപ്പൊ പള്ളിയിലാണെങ്കിൽ പള്ളിയിലെ നമ്മുടെ ജനങ്ങളാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. പ്രസംഗവും അതുപോലെ തന്നെ ലക്ഷ്യവും. എഴുതി വെച്ച സർമണാണെങ്കിലും മനസ്സിലുള്ള സർമണാണെങ്കിലും അത് ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. അതിന്റെ അടുത്ത പടിയാണ് പ്രസംഗകൻ ആ ഉള്ളടക്കം കൈമാറ്റം ചെയ്യുന്ന ചാലകമാണ്. പ്രസംഗിക്കുന്ന ആള് ഉള്ളടക്കത്തെ ഈ ലക്ഷ്യത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് വിനിമയം ചെയ്യുന്ന ഒരു ചാലകമാണ്. മനസ്സിലായോ? 3 ഘടകങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഉള്ളടക്കം, പിന്നെ ലക്ഷ്യം, ചാലകം. ഈ 3 ഘടകങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രസംഗം ഏറ്റവും സജീവമാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അത് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നത്. ആശയവിതരണത്തിന്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആശയവിതരണത്തിന്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന് ഭാഷ. ഭാഷയില്ലാതെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? 2 ശബ്ദം. 3 ആംഗ്യങ്ങൾ. 1 ഭാഷ, 2 ശബ്ദം, 3 ആംഗ്യങ്ങൾ. ഇംഗ്ലീഷിലും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ലാംഗ്വേജ്, വോയിസ് ആൻഡ് ഗസ്റ്റേഴ്സ്. ലാംഗ്വേജ്, വോയിസ് ആൻഡ് ഗസ്റ്റേഴ്സ്. ഈ 3 ഘടകങ്ങളും തീർച്ചയായും ആശയവിതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. അത്രയും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. മുമ്പോട്ട് പോവാം. മൂന്നാമത്തെ എന്ന് പറയണേ. മൂന്നാമത്തെ ആംഗ്യങ്ങൾ, ഗസ്റ്റേഴ്സ്. ഓക്കെ ഓക്കെ. എനിക്ക് തുടരാമോ? ഓക്കെ. ആശയവിനിമയത്തെ വാക്കാലുള്ളതും അല്ലാത്തതുമായ, അല്ലെങ്കിൽ ആ വാക്കാലുള്ളതും അല്ലാത്തതുമായി തരംതിരിച്ചിട്ടുണ്ട്. ആശയവിനിമയത്തെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വാക്കാൽ, വെർബൽ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെർബൽ ആൻഡ് നോൺ വെർബൽ, അല്ലെങ്കിൽ വാക്കാലുള്ളതും വാക്കാലല്ലാത്തതുമായിട്ടുള്ള ഘടകങ്ങളായിട്ട് നമുക്ക് ആശയവിനിമയത്തെ 2ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഇവ 2 കൂടെ കൂടിച്ചേർന്നാണ് ഒരു പ്രസംഗം പൂർണ്ണമാക്കി തീർക്കാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഇത് 2 കൂടെ ചേരുമ്പോൾ മാത്രമേ ഒരു പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കൂ. മനസ്സിലായോ? എന്തൊക്കെയാ 2 കാര്യങ്ങൾ? വാക്കാലും വാക്കല്ലാത്തതുമായ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചൊരു ഡയറക്റ്റ് ആണ്, വെർബൽ ആൻഡ് നോൺ വെർബൽ
കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ 2 രീതിയിൽ ആശയവിനിമയം നടത്തും. ഇവ രണ്ടും കൂടി ചേർന്നാണ് നമുക്ക് പ്രസംഗത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തെ പൂർണ്ണമാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ 2 ഘടകങ്ങളും സന്ദേശം ആശയവിനിമയം നടത്തുന്നതിനുള്ള ഉപാധികൾ. നോൺ വെർബൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സന്ദേശത്തെ സംവേദനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആളുകൾ പറയുന്നത് കേൾക്കുക, അത് എങ്ങനെ പറയുന്നുവെന്ന് കാണുക. ആളുകൾ പറയുന്നത് കേൾക്കുക, അതെങ്ങനെ പറയുന്നത് കാണുക. അടിസ്ഥാനപരമായി പ്രസംഗിക്കുന്നത് ഒരു വാമൊഴിയാണ്. ആണോ അല്ലയോ? ഒരു വാമൊഴിയാ, വാക്കിൽ കൂടിയാണ് നമ്മൾ. അതേസമയം തന്നെ നമ്മുടെ കാണുന്നതും നമ്മുടെ ആംഗ്യങ്ങളും എല്ലാം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. ഉള്ളടക്കം പ്രകടിപ്പിക്കുവാൻ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതിനാൽ ഒരു പ്രസംഗകൻ ആശയവിനിമയം നടത്തുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഭാഷയുടെ ഉപയോഗത്തിൽ വ്യാകരണം, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓവർലാപ്പ് ചെയ്ത് വരികയാണ്, പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. വ്യാകരണം, വാക്യഘടന, പദങ്ങളുടെ തിരഞ്ഞെടുപ്പ്, ഉദാഹരണങ്ങളുടെയും ചിത്രീകരണങ്ങളുടെയും ഉപയോഗം എന്നിവ ഉൾപ്പെടുന്നു. അതിനാൽ വാക്കാലുള്ളതോ ശൈലിയായുള്ളതോ ആയ ആശയവിനിമയത്തിൽ അതിന് പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശങ്ങളുണ്ട്. ഒരു പ്രത്യേക പ്രസംഗം പ്രസംഗിക്കുന്നതിൽ പ്രസംഗകന്റെ നിർദ്ദിഷ്ട ലക്ഷ്യത്തിന് അനുസൃതമായിട്ട് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ശരിയായ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് ശരിയായ സന്ദേശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. ഇത് കണക്കിലെടുത്ത പ്രസംഗകർ ഉപയോഗിക്കേണ്ട ശരിയായ വാക്കുകൾ തീർച്ചയായിട്ടും അവരെ നിർണ്ണയിക്കേണ്ടതാണ്. ഏത് ഭാഷയിലും അല്ലെങ്കിൽ പ്രസംഗത്തിന് ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ, ഇതെല്ലാം ഏത് ഭാഷയിലും ഈ പറഞ്ഞ ഘടകങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ബാധകമാണ് എന്നുള്ളത് ഓർക്കുവാനായിട്ട് കഴിയണം. ഇതൊന്നും വലിയ കാര്യമില്ല, ഞാൻ പ്രത്യേകിച്ചൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനിയും പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ശക്തമായിട്ട് ശ്രദ്ധിക്കണം. ഭാഷയുടെ വ്യക്തതയെക്കുറിച്ച് 2-3 പണ്ഡിതന്മാർ പറയുന്ന ഇപ്രകാരമാണ്. ബ്രൗൺ, ക്ലിനാർഡ്, നോർത്ത് കട്ട്, ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ 3 പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ അഭിപ്രായം അനുസരിച്ച്, ഒന്നാമത് മനസ്സിലാകാവുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. അത്രയും ഓർത്താൽ മതി. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാം. മനസ്സിലാകുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. ശ്രോതാവിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനാണ് ഭാഷ എന്ന് ഓർമ്മിക്കുക. അതിനാൽ പ്രസംഗകർ ഒരു ഭാഷണത്തിൽ സാങ്കേതിക ജീവശാസ്ത്രപരമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതിന് പകരം അത് ഒരുപക്ഷെങ്കിൽ അധ്യാപനത്തിനോ വല്ലതും ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ലളിതവും നേരിട്ടുള്ളതുമായ ഭാഷ ഉപയോഗിക്കുക. ഒറിജിനൽ ഭാഷകളുടെ, അതായത് എബ്രായ, ഗ്രീക്ക്, അരാമായ, സംസ്കൃതം പോലെയുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുള്ളത് നല്ലതാണ്. ഇവ പ്രസംഗന്റെ അറിവ് പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള മാർഗമായിട്ട് ഉപയോഗിക്കരുത്. സന്ദർഭം ആവശ്യപ്പെടുന്നത് പോലെ നന്നായി മനസ്സിലാക്കുവാൻ മാത്രമാണ് ഈ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. അത് മനസ്സിലാകുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ മലയാളമാണ് സംസാരിക്കുന്നതെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ശൈലികളും വാക്കുകളുടെയും തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസംഗത്തെ കുറച്ചുകൂടെ ആധികാരികതയും കുറച്ചുകൂടെ ആശയവിനിമയത്തിന് സുഗമവും ആക്കി തീർക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മനസ്സിലാകുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ ഘടകം ഹ്രസ്വപദങ്ങൾക്ക് മുൻഗണന നൽകുക. ഹ്രസ്വപദങ്ങൾക്ക് മുൻഗണന നൽകുക. ഹാവ് എ പ്രിഫറൻസ് ഫോർ ഷോർട്ട് വേർഡ്സ്. ചെറിയ കുറച്ച്, ഇപ്പൊ നമ്മളൊരു വാക്ക് തുടങ്ങിയാൽ ആ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ചെറിയ ചെറിയ സെന്റൻസുകൾ ഉപയോഗിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. ഹ്രസ്വപദങ്ങൾക്ക് മുൻഗണന നൽകുവാൻ സാധിക്കണം. പ്രസംഗകനെ പോലെ വിദ്യാഭ്യാസം നേടാത്ത ഗ്രാമീണ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തെയൊക്കെ, നമ്മളുടെ പ്രേക്ഷകരുടെ വിദ്യാഭ്യാസം, അവരുടെ അറിവ്, അവരുടെ മനസ്സിലാക്കാനായിട്ടുള്ള പ്രാവീണ്യം,
ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നമ്മൾ പ്രസംഗിക്കുമ്പോൾ. എങ്കിൽ മാത്രമേ ആ പ്രസംഗം അല്ലെങ്കിൽ നമ്മൾ ആശയവിനിമയം നടത്തുന്ന ആ സംഗതി അവരുടെ മനസ്സിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും എല്ലാവർക്കും മനസ്സിലാകുന്നതായ ഒരു കാര്യമുണ്ട്. ഹ്രസ്വമായ വാക്കുകൾ ഉപയോഗിച്ച്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിന് സാധാരണമായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പോലും പരിചിതമായ വാക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ഹൃദ്യമായിരിക്കും നമ്മുടെ സംസാരം എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, മനസ്സിലാകുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. 2, ഹ്രസ്വ പദങ്ങൾക്ക് മുൻഗണന നൽകുക. 3, വ്യക്തവും ദൃഢവുമായ വാക്കുകൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? വ്യക്തമായും ദൃഢമായും വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വാക്കുകളുടെ ഉപയോഗത്തിലെ അവ്യക്തത ഉദ്ദേശിച്ച അർത്ഥത്തെ ആ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിനെ മൂടുവാൻ ഇടയാകും. ദൈവശാസ്ത്രപരമായി പരിശീലനം ലഭിച്ച പ്രസംഗകരെ കുറിച്ച് സാധാരണ പറയുന്നതായ ഒരു വിമർശനമുണ്ട്. അവർ പ്രസംഗിക്കുന്ന തലയുടെ മേളിക്കൂടാണ്. ശരിയാണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയ കാര്യങ്ങളൊക്കെയാണ്, ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ എല്ലാവരുടെയും തലയുടെ മേളിക്കൂടെ അങ്ങ് പോയി. ഒന്നും മനസ്സിലായില്ല. നല്ലതായിരുന്നു, നല്ല പ്രഭാഷണമായിരുന്നു, നല്ല വാക്കുകളായിരുന്നു. പക്ഷെ ആർക്കും ഒന്നും പിടികിട്ടിയില്ല. ചിലപ്പോഴൊക്കെ നമ്മളെ കുറിച്ചൊക്കെ അത് പറയുമായിരിക്കാം, ഇല്ലയോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. 1, മനസ്സിലാകുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. 2, ഹ്രസ്വപദങ്ങൾക്ക് മുൻഗണന നൽകുക. 3, വ്യക്തവും ദൃഢമായ വാക്കുകൾ ഉപയോഗിക്കുക. നമ്മൾ പറയുന്നത് വ്യക്തമായിരിക്കണം, നമുക്ക് കേൾക്കണം, അതേസമയം തന്നെ മറ്റുള്ളവർക്കും കേൾക്കുവാനായിട്ട് കഴിയുന്നുവെന്ന് ഉറപ്പാക്കണം. 4, സംഭാഷണ ഭാഷ ഉപയോഗിക്കുക. സംഭാഷണ ഭാഷ, എഴുത്തുഭാഷയുണ്ട്, സംഭാഷണ ഭാഷയുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷ ഏതാ? സംഭാഷണ ഭാഷ ഉപയോഗിക്കണം. വ്യക്തിപരമായ ഭാഷകളും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും, അല്ലെ? സംഭാഷണ ഭാഷ നമ്മൾ ഉപയോഗിക്കാനായിട്ട്, നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതായിട്ടുള്ള ഭാഷ നമ്മൾ ഉപയോഗിച്ചാൽ വളരെ അരോചകമായിരിക്കും കേൾക്കാനായിട്ട്. ശരിയാണെന്ന് ഞാൻ പറഞ്ഞേ ശരിയാണോ? ആണ്. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ദിവസം ഇത്ര സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് എഴുതിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, പടം വരച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരാശ്വാസമാകും, ഓരോന്ന് ഉറങ്ങി കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സംസാര ഭാഷ ഉപയോഗിക്കും. കഴിയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ശൈലി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതേസമയം തന്നെ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഭാഷ ഉപയോഗിക്കാതിരിക്കുക. അത് എന്തിന് കാരണമായിട്ട് തീരും? നമ്മൾ പറയുന്ന ആശയത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നതിനെ കാരണമാകുക. നമ്മൾ പറയുന്ന വലിയ ഗൗരവമുള്ള കാര്യമാണെങ്കിലും നമ്മൾ നിലവാരം കുറഞ്ഞ ചില വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനിടയ്ക്ക് ഉപയോഗിച്ചാൽ, തീർച്ചയായിട്ടും നമ്മുടെ ആകെ ആശയത്തെ, സന്ദേശത്തെ അത് ബാധിക്കുവാനായിട്ട് കാരണമായിട്ട് തീരും. വാക്കുകൾ ശരിയായി ഉച്ചരിക്കാനായിട്ട് പഠിക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾ അത് വളരെ ലളിതമായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതേസമയം തന്നെ പറയുന്ന ലളിതമായ കാര്യങ്ങൾ പോലും നന്നായിട്ട് ഉച്ചരിക്കാനായിട്ട് പഠിക്കണം. എന്നാൽ കൃത്രിമത്വം തോന്നിക്കരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്രിമത്വം തന്നെ അനുകരണവും എന്തോ എഴുതാനുള്ളയാണോ? അത് പോയിന്റ് ആണോ? ഞാൻ 4-ാമത്തേതിനകത്തായി പറയുന്ന എല്ലാം. ശരി. 4-ാമത്തെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? സംഭാഷണ ഭാഷ. അതേസമയം തന്നെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചിലപ്പോ ഈ സംഭാഷണ ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നിലവാരം കുറയും. അതേസമയം തന്നെ ചില കൃത്രിമത്വം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ചിലരെ അനുകരിക്കുന്ന സ്വഭാവം ചിലപ്പോൾ ഉണ്ടാകും. ചില പ്രസംഗകരെയൊക്കെ അനുകരിക്കുന്നതായ പ്രസംഗകരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകില്ല. മറ്റ് പ്രസംഗകരുടെ പ്രയോഗങ്ങൾ നാം അനുകരിക്കാനും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മനസ്സിലാകുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. 2, വ്യക്തവും ദൃഢവുമായ വാക്കുകൾ ഉപയോഗിക്കുക, സംഭാഷണ ഭാഷ ഉപയോഗിക്കുക. നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മുമ്പോട്ട് പോകാം. നിങ്ങളുടെ പ്രസംഗത്തിന്റെ വാക്കുകൾ പ്രകടിപ്പിക്കുന്ന മാധ്യമമാണ് നിങ്ങളുടെ ശബ്ദം. ഇനി അടുത്ത ഭാഗം പറയുന്നത് ശബ്ദത്തെ കുറിച്ച് കേട്ടോ. നിങ്ങളുടെ പ്രസംഗത്തിന്റെ വാക്കുകൾ പ്രകടിപ്പിക്കുന്ന മാധ്യമമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചാലകമാണ് നിങ്ങളുടെ ശബ്ദം. ദൈവം ആ ശബ്ദം നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതണം. നിങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിലൂടെ ദൈവവചനം കേൾക്കാൻ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനം തയ്യാറാണ്. അതിനാൽ നിങ്ങളുടെ പ്രഭാഷണത്തിൽ ദൈവവചനം ആശയവിനിമയം നടത്താൻ നിങ്ങളുടെ ശബ്ദം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ ശബ്ദത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഓർക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്, പിന്നീട് നമ്മൾ ഓർക്കുന്നതുമാണ്. അങ്ങനെ ആകില്ലായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കാറുണ്ട്. എന്നാൽ നമ്മൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചാൽ നമുക്കൊരു പരിധി വരെ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ശബ്ദത്തിന്റെ മോഡുലേഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബ്ദ ക്രമീകരണം. രാവിലെ നമ്മള് ഒരു പ്രസംഗത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങള്, കുടിക്കുന്ന കാര്യങ്ങള്, നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്നതായ സാഹചര്യങ്ങളെല്ലാം അതിനകത്ത് പെടും. നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ പ്രസംഗിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല, അല്ലയോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി തൊണ്ട ശരിയാക്കാനൊക്കെ ശ്രമിക്കുന്ന ആ ശ്രമങ്ങളൊക്കെ നമ്മുടെ ആശയവിനിമയത്തെ നന്നായിട്ട് തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് കഴിയുന്നതും നമ്മളുടെ തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് ഹാനി വരാത്ത രീതിയിലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ശബ്ദത്തെ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ശബ്ദത്തിന്റെ മോഡുലേഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയം തൊട്ട് ആമേൻ പറയുന്ന സമയം വരെ ഒരേ രീതി പറയുകയാണെന്ന് വെച്ചു, ഒരേ ശബ്ദത്തിൽ ഒരേ മോഡുലേഷനിൽ പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ആരാധനയൊക്കെ നടക്കുന്നത് തോന്നുന്നു. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്രമീകരിച്ചേ. കേൾക്കുന്നുണ്ടൊരു സൗണ്ട്. ഇപ്പം കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മള് പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശബ്ദത്തിന്റെ മോഡുലേഷൻ, ഇല്ലയോ? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ കേൾക്കുന്നുണ്ട്. സൗണ്ട് ഉണ്ട്, എന്നാലും കേൾക്കാം. കിളികളുടെ കരച്ചിലോ? കിളി കരയുന്ന പോലെ കേൾക്കുന്നു. അതോ പിള്ളേര് കളിക്കുവാണോ? അല്ല, കിളി കരയുവാ. ആണോ? എവിടാണോ? അടുത്ത പറമ്പിൽ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ ക്രമീകരണമാണ്. ആ ശബ്ദത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. മോഡുലേഷൻ, ശബ്ദത്തിന്റെ മോഡുലേഷനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആളുകളെ ഒന്നുകൂടെ ഞാൻ അതിന്റെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയായിരുന്നു. ഓക്കെ, ശബ്ദ ക്രമീകരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട്
ആസൂത്രണം ആവശ്യമാണ്, വഴക്കം ആവശ്യമാണ്, ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. ശബ്ദത്തിന്റെ ശരിയായ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓരോ പ്രസംഗകരും ശ്രദ്ധിക്കേണ്ടത്. ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആശയവിനിമയം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ മാധ്യമം ഉപയോഗിക്കേണ്ട നിരവധി തെറ്റിദ്ധാരണകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ചിലർ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ ഒരു വിശുദ്ധ ശബ്ദം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതൊരു ആത്മീയമായ ഒരു ശൈലിയായിട്ട് ചിലർ സ്വീകരിക്കാനുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ശ്രദ്ധിച്ച കാര്യങ്ങൾ, നിങ്ങൾ ആരുടെയെങ്കിലും ശബ്ദം അതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പറയരുത്. എങ്കിലും ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന ഈ ബോബി അച്ഛനെ കുറിച്ച് കേട്ടില്ല, കത്തോലിക്ക ഒരു എന്താ ബോബി കട്ടിക്കാട്. ഓക്കെ, അച്ഛന്റെ ഒരു പ്രത്യേക ശൈലിയാ അല്ലെ, ശബ്ദത്തിന്റെ ഒരു മോഡുലേഷൻ ഒക്കെ വേറെ. അപ്പൊ ഈ അടുത്ത സമയത്ത് ഞാൻ ഒത്തിരി പ്രസംഗകർ അതേ ശൈലി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ചിലർക്ക് തോന്നിക്കാണുക അതൊരു വിശുദ്ധമായ ശൈലിയാണ്. പക്ഷെ ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ പ്രത്യേകമായ തനതായ ശബ്ദം നൽകിയിട്ടുണ്ട്. നമ്മുടെ ശബ്ദത്തെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ. നമ്മുടെ ശബ്ദത്തെ സ്നേഹിക്കുക മാത്രമല്ല, ആ ശബ്ദത്തെ കുറച്ചുകൂടെ നന്നാക്കുവാനായിട്ട് ശ്രമിക്കുകയും ആ ശബ്ദത്തെ നമ്മൾ ക്രമീകരിക്കുവാൻ ഉള്ള ഒരു സ്കില്ല് നേടിയെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് കേൾക്കുന്നവർക്ക് എന്തുണ്ടാകത്തില്ല, അരോചകം ഉണ്ടാകത്തില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. നാം പ്രസംഗിക്കുന്നതിനാൽ നമ്മുടെ ശബ്ദം മാറ്റുകയോ അസാധാരണമാകുകയോ ചെയ്യണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. ദൈവവചനം ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ ദൈവം നൽകിയ ശബ്ദം ഉപയോഗിക്കുന്നതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ശബ്ദത്തിന്റെ ഉപയോഗം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ ആക്രോശിക്കുകയോ നിലവിളിക്കുകയോ ചെയ്യേണ്ടതായിട്ടില്ല. ആളുകളെ ആക്രോശിക്കുകയോ നിലവിളിക്കുകയോ ചെയ്യേണ്ടതായി. ചിലപ്പോൾ ആവേശം കൂടുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. എങ്കിലും അങ്ങനെ ആക്രോശിക്കുകയോ നിലവിളിക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഇത് ചെയ്താൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. എന്ത് സംഭവിക്കും? നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ശബ്ദത്തെ എന്ത് ചെയ്യും? നമ്മൾ ഒച്ചത്തി പറഞ്ഞ്, നമുക്ക് സാധാരണ പറ്റാത്ത ഒരു സൗണ്ടൊക്കെ എടുത്താൽ എന്ത് സംഭവിക്കും? ഉടനെ നമ്മുടെ തൊണ്ട അടയ്ക്കും. തൊണ്ട അടച്ചിട്ട് നമുക്ക് പറയാനുള്ളത് പറയാൻ പറ്റത്തില്ല. തന്നെയല്ല, നമ്മുടെ BP കൂടും, നമ്മുടെ മൊത്തം ഘടനയെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളുടെ ശ്രോതാക്കൾ നിങ്ങളുടെ വാക്ക് കേട്ട് എന്ത് ചെയ്യും? മടുക്കും. ചിലരാണെങ്കിൽ മൈക്ക് ഉണ്ടെങ്കിൽ പോലും മൈക്കിനകത്തോട്ട് കയറി നിന്ന് പറയും. അപ്പൊ ആ ഒരു ശബ്ദം അരോചകമാണെന്ന് പോലും ചിന്തിക്കാറില്ല. എനിക്കൊക്കെ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊരാളുടെ കാര്യം പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ തന്നെ കുറ്റം പറയുന്നല്ലേ. അപ്പൊ നമ്മൾ ഈ ചില ആവേശം കയറുന്ന സമയത്തെ മൈക്കിനകത്തൂടെ ഒത്തിരി ഉച്ചത്തിൽ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അരോചകമാണെന്ന് നമുക്ക് തോന്നുന്നതാണ് ഒരു സ്കില്ല്, ഒരു അഭിരുചി എന്ന് പറയാനായിട്ട് കഴിയുന്നത്. അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് കഴിയണം. നമുക്ക് മറ്റുള്ളവർക്ക് അരോചകമല്ലാത്ത ശബ്ദത്തിലാണ് നമ്മൾ പറയുന്നത് എന്ന് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശബ്ദം മോഡുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങളൊരു ചെറിയ കൂട്ടം ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം അത്ര കണ്ട് ഉയർത്തേണ്ടതായിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ഒരു വലിയ പ്രേക്ഷകരെയാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അല്പം ശബ്ദം ഉയർത്തേണ്ടതായി ഉണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല. കാരണം മൈക്രോഫോൺ എല്ലായിടത്തും, മൈക്ക് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം മൈക്കിൽ കൂടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിക്കണം അല്ലേ. നമ്മള് ഒത്തിരി ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ശബ്ദം കുറച്ച് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരമായി മൈക്കിൽ കൂടി എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ജനത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ സാധാരണമായിട്ടുണ്ടാകുന്നെങ്കിൽ അതുണ്ടാകട്ടെ. നിങ്ങളുടെ സ്വരം, നിങ്ങളുടെ പിച്ച്, സംസാരത്തിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലോ എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പോകുന്നത് അതുപോലെ പോകട്ടെ. അതേസമയം തന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഗൗരവമായിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ അതിന് ചില മോഡുലേഷൻ കൊടുത്ത് വ്യത്യാസമാക്കുന്നത് നല്ലതായിരിക്കും.
ഏകതമായ ശബ്ദത്തോടെ അല്ലെങ്കിൽ എപ്പോഴും ഒരേ രീതിയിൽ ഒരേ പിച്ചിൽ സംസാരിക്കുന്നത് അരോചകമായിരിക്കും എന്നുള്ളതാണ് സാധാരണ കാണുന്നത്. നമ്മൾ ഈ ചീവീടിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? അത് ഒറ്റ ശബ്ദമേ ഉള്ളൂ അല്ലയോ? അത് നമുക്ക് അരോചകമല്ലല്ലോ, അല്ലയോ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? അപ്പൊ നമ്മൾ ഒരേ മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കേൾക്കുന്നവർക്ക് അരോചകം. നമ്മൾ അങ്ങനെ പറയാനായിട്ട് ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ ആരെ ഓർത്താ മതി? ഓർത്താ മതി. മറ്റുള്ളവര് നമ്മളെ എന്ത് വിളിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു തോന്നൽ നമുക്ക് ഉണ്ടായാൽ മതി, അത് ശരിയായി കിട്ടും. ഓക്കെ, മുമ്പോട്ട് പോകാം. ആളുകളെ ശകാരിക്കുകയോ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ മാനിച്ചുകൊണ്ട് സംസാരിക്കുവാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ സമീപനത്തിൽ സൗഹൃദപരമായി സംസാരിക്കണം. നിങ്ങൾ ശബ്ദം ഉയർത്തുകയാണെങ്കിൽ നന്നായി കേൾക്കത്തക്കവണ്ണം മറ്റുള്ളവരെ കുറയ്ക്കുന്നവരെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് കേൾക്കത്തക്കവണ്ണം സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്താ പറയുന്നത്, അബ്നോർമലായിട്ടുള്ള നിങ്ങളുടെ മോഡുലേഷൻസ് പലപ്പോഴും ആളുകളിൽ തെറ്റായ സിഗ്നൽ ആശയങ്ങൾ നിങ്ങൾ പറയാതെ തന്നെ അവരിൽ എത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശകാരിക്കുന്നുവെന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അപലപിക്കുന്ന മനോഭാവം എപ്പോഴും സന്തോഷം, അടിയന്തര പെട്ടെന്നുണ്ടാകുന്ന വാക്കുകൾ അതുപോലെ മോഡുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാ വാക്കുകളുടെയും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെ ശബ്ദത്തെ ക്രമീകരിക്കാനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞതിന്റെ ഒരു സംക്ഷിപ്തം പറഞ്ഞാല് നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളുടെയും ആ ശബ്ദത്തിൽ കൂടെ നമുക്ക് പ്രതിഫലിപ്പിക്കുവാനായി കഴിയണം. നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മള് ഈ നമ്മുടെ വിശ്വാസത്തെ കുറിച്ചോ നമ്മുടെ ക്രിസ്തീയ എന്താ പറയുക നമ്മുടെ ത്തെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ശക്തിയോടെ, ഓജസ്സോടെയും തേജസ്സോടെയും ആവേശത്തോടെയും പറയാനായിട്ട് ശ്രമിക്കും. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ആൾക്കാർക്കും കൂടെ എന്തായി തീരും, ഇവൻ ക്രിസ്ത്യാനി ആയതിന് ഇവന് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, പിന്നെ ഇവന്റെ വാക്ക് കേട്ടാലും വലിയ പ്രയോജനം ഇല്ല എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറയേണ്ടതിന് വേണ്ടി പറയുന്നു എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കാതെ കുറച്ചൊരു ആവേശത്തോടെ നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നു, നമ്മളൊരു വിശ്വാസിയാണ് എന്നുള്ളതിന്റെ ആവേശത്തോടു കൂടി സംസാരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. എണ്ണമറ്റ വികാരങ്ങൾ അറിയിക്കാൻ മനുഷ്യ ശബ്ദം ഉപയോഗിക്കാം. നമ്മൾ പറയുന്നതിനേക്കാൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധത്തോടെ പ്രസംഗിക്കാനായിട്ട് ശ്രമിക്കണം. പ്രസംഗന്റെ ശരിയായ ശബ്ദ ഉപയോഗം വചനം പ്രസംഗിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ സഹായിക്കും. നമ്മുടെ ശബ്ദം ഒന്നുകിൽ മറ്റുള്ള വചനത്തെ ശരിയായിട്ട് സംവേദനം ചെയ്യാൻ സാധിക്കും, അതേസമയം തന്നെ വചനത്തിന്റെ സന്ദേശത്തെ തടസ്സപ്പെടുത്തുന്നതിന് നമ്മുടെ ശബ്ദം കാരണമായി തീർന്നേക്കാം. അടുത്തത് പ്രധാനമായിട്ടുമുള്ളത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ശരീര ചലനങ്ങളുടെ വെർബൽ അല്ല, പക്ഷെ നമ്മുടെ ശരീര ചലനങ്ങളുടെ വ്യത്യാസങ്ങൾ എങ്ങനെ നമ്മുടെ സർമണിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് പറയുക. ശരീര ചലനങ്ങളുടെ ഭാവം, ആംഗ്യങ്ങൾ, മുഖഭാവം, കണ്ണ് സമ്പർക്കം എന്നിവ ഉപയോഗിക്കുന്നതാണ് അൺവെർബൽ കമ്മ്യൂണിക്കേഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ശരീര ചലനങ്ങളുടെ ഭാവം, ആംഗ്യങ്ങൾ, മുഖഭാവം, കണ്ണ് സമ്പർക്കം എന്നിവ ഉപയോഗിക്കുന്നതിനാണ് അൺവെർബൽ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രസംഗത്തിൽ.
അൺവെർബൽ എന്ന് പറഞ്ഞാൽ വാക്യേതര ആശയവിനിമയം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. വാക്യേതര ആശയവിനിമയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാക്യേതര ആശയവിനിമയം നൽകിയ അല്ലെങ്കിൽ അതിൻ്റെ അശ്രദ്ധ മൂലം നിരവധി പ്രസംഗകർ അവരുടെ സന്ദേശം നന്നായിട്ട് സംവേദനം ചെയ്യുന്നതിൽ പരാജയപ്പെടാറുണ്ട്. ഒരു ചിന്തകൻ മുന്നറിയിപ്പ് നൽകുന്നത്, നിങ്ങൾക്ക് സവിശേഷമായ പെരുമാറ്റവും ആവർത്തിച്ചുള്ള പെരുമാറ്റവും സുഹൃത്തുക്കളുടെ ഇടയിൽ കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ പ്രസംഗവേദിയിൽ അവർ ചിലപ്പോൾ അത് ഒരു അരോചകമായിട്ട് തോന്നിയേക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ അംഗങ്ങളുടെ ഇടയിലോ നമ്മൾ സാധാരണമായിട്ട് ഒരേ രീതിയിലായിരിക്കും നമ്മുടെ ആംഗ്യവിക്ഷേപങ്ങളൊക്കെ. പക്ഷേ ചിലപ്പോൾ അത് പ്രസംഗത്തിൽ അത് നന്നാകുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആവർത്തന വിരസമായിട്ട് നമ്മളിങ്ങനെ ഒരേ ശൈലിയിൽ പറയുന്നത് ചിലപ്പോൾ അതൊരു തടസ്സമായിട്ട് തീർന്നേക്കാം. അതിനാൽ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയെക്കുറിച്ച് തുടക്കക്കാരായ പ്രസംഗകർ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചില, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാനായിട്ടല്ല, ചില മുന്നറിയിപ്പുകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ തെറ്റായ ആംഗ്യവിക്ഷേപങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനിയും പറയുന്നതായിട്ടുള്ള കാര്യം. ആദ്യത്തേത് അംഗവിന്യാസം. അംഗവിന്യാസം എന്നാണ് അത്, അല്ലെങ്കിൽ പോസ്ചർ എന്ന് പറയും. പോസ്ചർ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളെ സ്വയം അവതരിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ തന്നെ മറ്റുള്ളവരെ അവതരിപ്പിക്കുന്ന പോസ്ചർ. ഒരാൾ സംസാരിക്കാനായിട്ട് വേദിയിൽ എത്തി നിൽക്കുന്നു, നിവർന്നു നിൽക്കുക, നിങ്ങളുടെ ഭാവത്തിൽ സാധാരണത്വം ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ അങ്ങോട്ട് പ്രസംഗ പീഠത്തിലോട്ട് വന്നിട്ട് പേടിക്കുക, ഒരു പ്രസംഗ പീഠത്തിന്റെ ഒരു സൈഡിൽ പിടിക്കുക, മുറുക്കെ പിടിക്കുക, പിന്നെ അത് വിടുക, ഇപ്പുറത്തെ സൈഡിലോട്ട് മുറുക്കെ പിടിക്കുക, പിന്നെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് നിൽക്കുക, പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ചരിഞ്ഞ് നിൽക്കുക, പിന്നെ കഴുക്കോല നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഓരോ രീതികളുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ അത് ശീലിച്ചു പോയാൽ തീർച്ചയായും അത് ഒരിക്കലും നമ്മുടെ ആയുഷ്കാലം മാറാനായിട്ട് സാധ്യത കുറവാണ്. എന്നാൽ അത് ശീലിക്കാതിരിക്കുക, നല്ല ഓർമ്മയോടുകൂടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. പേടിച്ചരണ്ട രൂപം അല്ലെ, നമ്മളെ കാണുന്ന കാര്യമാണ്, ശബ്ദത്തെക്കുറിച്ചൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പേടിച്ചരണ്ട രൂപം, നമ്മൾ പേടിച്ച വേദിയിൽ നിൽക്കാൻ പാടില്ല. പ്രേക്ഷകരെ നോക്കിക്കൊണ്ട് നിൽക്കണം. പ്രേക്ഷകരെ നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രാഗൽഭ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ധൈര്യം എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ് കേട്ടോ, അതൊരു അഭിരുചിയാണ്. അത് നേടിയെടുക്കാനായിട്ട്, അത് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ കുറിപ്പുകൾ കൊണ്ടുപോകും, അല്ല എപ്പോഴും നമ്മൾ കുറിപ്പുകൾ കൊണ്ടുപോകും, ശരിയാണ്. അത് മറക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ നല്ല കാര്യമാണ്. പക്ഷെ ആ കുറിപ്പുകൾ ചിലപ്പോൾ നമ്മളെ ചതിക്കും. എന്താണ് കുറിപ്പുകൾ നമ്മളെ ചതിക്കുന്ന പറഞ്ഞാൽ, ആ കുറിപ്പുകളിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശയവിനിമയത്തെ ശരിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇയാൾ വായിക്കാൻ പോവാ, എന്നാ പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് നോക്കുന്നില്ല, ഇയാളൊന്നും പറയുന്നില്ല, ഇയാൾ വായിക്കുമല്ലേ, പ്രസംഗിക്കുകയല്ലേ വായിക്കുമല്ലേ എന്ന് തോന്നി ആൾക്കാരുടെ ശ്രദ്ധ ആദ്യമേ നമ്മളിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്യണം? നിവർന്നു നിൽക്കണം. നിങ്ങളുടെ ഭാവത്തിൽ സാധാരണത്വം തോന്നിക്കണം, അസാധാരണത്വം ഒരിക്കലും തോന്നിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സന്ദേശം ആരംഭിക്കുന്നതിൽ അനാവശ്യമായ കാലതാമസം ഒഴിവാക്കണം. വേദിയിലായിരിക്കുമ്പോൾ ആരെയും അല്ലെങ്കിൽ എന്തിനേയും അല്ലേ, ഞാൻ ഇനി നിങ്ങൾ കുറച്ച് ധൈര്യം കുത്തിവെക്കാൻ പോവാ. നിങ്ങൾ പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. ഇനി ഒരു അരമണിക്കൂറത്തേന് നിങ്ങളാണ് അധികാരി, നിങ്ങളുടെ വരുതിയിലാണ് നിങ്ങളെ കേൾക്കുന്ന ആൾക്കാരെല്ലാവരും എന്ന് നിങ്ങൾ തന്നെ
ബോധത്തോടെ നിൽക്കുവാൻ, ആ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ, സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് പ്രസംഗിക്കുന്ന ആളിന് ഒരു കാര്യത്തെക്കുറിച്ചും ഭയപ്പെടാനായിട്ട് കാരണമില്ല. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാവത്തിൽ വളരെ എന്താ പറയുന്നത്, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് കഴിയണം. മാത്രമല്ല, നിങ്ങൾ നന്നായിട്ട് ശ്വാസം എടുക്കണം. വീട്ടിൽ നിന്നെങ്ങാണ്ട് എടുത്ത ശ്വാസം കൊണ്ട് വന്ന് പ്രസംഗിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ശ്വാസം ഇല്ലാത്തവരായിട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്വാസം എടുക്കുക. പുൽപ്പിറ്റിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പുൽപ്പിറ്റിലേക്ക് ചാഞ്ഞു നിൽക്കരുത്. അതല്ലെങ്കിൽ നിങ്ങൾ വീഴുമെന്നുള്ള ധാരണ ഉണ്ടാവല്ലേ, അല്ലേ? പുൽപ്പിറ്റിലോട്ട് ചാഞ്ഞു നിന്നില്ലെങ്കിൽ വീണു പോകുമെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. ഇതെല്ലാം നമ്മുടെ ഒരു സ്റ്റേജ് ഫിയറിന്റെ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ എങ്കിലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. സ്വാഭാവികമായിട്ട് നേരിടണം ഇങ്ങനെയുള്ള അനുഭവത്തെയൊക്കെ. മുഖം മനസ്സിന്റെ സൂചികയാണെന്നാണ് പറയുന്നത്. മുഖം മനസ്സിന്റെ കണ്ണാടി. സൂചിക എന്ന് പറഞ്ഞാൽ കണ്ണാടി. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാമെന്നുള്ളതാണ്. കുറഞ്ഞ ആൾക്കാരൊന്നും അല്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മളെ നന്നായിട്ട് വായിക്കാൻ പറ്റിയ ആൾക്കാരാണ്. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. മുഖഭാവം ഉള്ളിൽ നിന്നുള്ളതായിരിക്കണം. എല്ലാം പ്രസംഗിക്കാനായിട്ടുള്ള നിങ്ങളുടെ മുഴുവൻ സമീപനത്തെയും പ്രകടമാക്കുന്നതായിരിക്കണം നിങ്ങളുടെ മുഖം. ഓരോ വ്യക്തിയും ഒരു നിശ്ചിത സ്വഭാവത്തോടെയാണ് ജനിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾ ആരാണെന്നല്ലാതെ മറ്റൊരാളായിരിക്കാനായിട്ടുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന 14 പേരിൽ 14 പേരും യുണീക്കാണ് ദൈവത്തിന്റെ മുമ്പ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തതകളൊന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കേണ്ട. കാരണം ദൈവം ഓൾറെഡി നിങ്ങളിൽ ഒരു വ്യത്യസ്തത നൽകിയിട്ടുണ്ട്. ആ വ്യത്യസ്തത നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ശബ്ദം വ്യത്യസ്തമായിരിക്കണം, നിങ്ങളുടെ മുഖഭാവം വ്യത്യസ്തമായിരിക്കണം, നിങ്ങളുടെ പ്രസംഗത്തിന്റെ ശൈലിയും വ്യത്യസ്തമായിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഓക്കെ. അതുപോലെ തന്നെ പ്രധാനമാണ് ആദ്യം ഞാൻ പറഞ്ഞ അംഗവിന്യാസം അല്ലെങ്കിൽ പോസ്ചർ എന്ന് വേണേൽ പറയാം. 2 ആംഗ്യങ്ങൾ, ഗസ്റ്റേഴ്സ്, അതിനെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രസംഗന്റെ കൈകൾ, തല, തോളുകൾ, ആയുധങ്ങൾ, അവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ ഈ കാര്യങ്ങളിൽ പെടുന്നു. പറയട്ടെ, ആംഗ്യങ്ങൾ വേണം നമുക്ക് പ്രസംഗിക്കുമ്പോൾ. ആംഗ്യങ്ങൾ വേണോ? തെക്കോട്ട് പോകുമ്പോ കൈ തെക്കോട്ടിരിക്കണം, അല്ലേ? വടക്കോട്ട് പോകുമ്പോ വടക്ക് കൈ കാണിക്കണം, അല്ലേ? അപ്പൊ എപ്പോഴും ഈ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ വളരെ നന്നായിട്ട് ശ്രദ്ധിപ്പിക്കുന്ന രീതിയിൽ അതിനെ ആവിഷ്കരിക്കാനായിട്ടുള്ള ഒരു ശൈലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് അത് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. അത് നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിക്കൊള്ളും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആംഗ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നിശ്ചലമായി നിൽക്കുകയും ഗൗരവമായി സംസാരിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ വിശുദ്ധ പ്രഭാഷകനാക്കുകയില്ല. ഒരിടത്ത് തന്നെ നിന്നു, അല്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾ പുരാതനമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടുള്ളൂ, അങ്ങോട്ട് ചരിയാൻ പാടില്ല, ഇങ്ങോട്ട് ചരിയാൻ പാടില്ല, നേരെ നിൽക്കുക, അവസാനം വരെ നേരെ നിന്ന്, അങ്ങനെ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടാകാനായിട്ട് പാടില്ല. നമുക്ക് മാറേണ്ട സമയത്ത് ഒന്ന് ചരിയുകയും മാറുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരേണ്ട സമയത്ത് മാറുന്നത് നല്ലതാണ്. ഒരു ചലനവും കാണിക്കാത്തത് ആശയവിനിമയത്തിന്റെ മോശം മാർഗമാണെന്നാണ് പറയുക. നിരവധി ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്ന ശൈലിയും തെറ്റാണെന്നാണ് പറയുന്നത്. ഒരു ആംഗ്യവും ഇല്ലാതെ നിശ്ചലനായിട്ട് നിൽക്കുന്നതും അനവധി ആംഗ്യങ്ങൾ, അനാവശ്യമായ അനവസരത്തിൽ ആംഗ്യങ്ങൾ കാണിക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ സന്ദേശത്തെ നന്നായിട്ട് സംവേദനം ചെയ്യുന്നതിന് തടസ്സമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന് ചില ചിന്തകർ പറയുന്ന 3 കാര്യങ്ങൾ
3-4 കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങളുടെ ആംഗ്യങ്ങൾ സ്വതസിദ്ധമായിരിക്കട്ടെ എന്നാണ്. നിങ്ങളുടെ ആംഗ്യങ്ങൾ സ്വതസിദ്ധമായിരിക്കട്ടെ. ലെറ്റ് യുവർ ഗസ്റ്റേഴ്സ് ബി സ്പോണ്ടേനിയസ്, സ്വാഭാവികമാകട്ടെ എന്നുള്ളതാണ്. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വിശദീകരിക്കണോ? ബോധ്യത്തിന്റെയും വികാരത്തിന്റെയും വളർച്ച എന്ന നിലയിൽ ആംഗ്യങ്ങൾ സ്വാഭാവികമായി വളരണം. ഇവിടെ മറ്റുള്ളവരെ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, മറ്റുള്ളവരെ അനുകരിക്കാതെ സ്വാഭാവികമായിട്ടുള്ള ആംഗ്യവിക്ഷേപങ്ങളാണ് നല്ലത്. 2, അവ കൃത്യമായിരിക്കണം. ദേ ഷുഡ് ബി ഡെഫിനിറ്റ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡെഫിനിറ്റ്, അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആംഗ്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ സാധൂകരിക്കുന്നതായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ആംഗ്യത്തിനും പിന്നിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ഇടുവാനായിട്ട് ശ്രമിക്കുക. അവ അർത്ഥ മനസ്സോടെ ഉണ്ടാവരുത്. അപ്പൊ ആശങ്കയോടെയോ സംശയത്തോടെയോ ആകരുത് ആംഗ്യം. പിന്നെ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന, അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കുന്ന, പ്രകടിപ്പിക്കുന്നതായ കൃത്യമായ ആംഗ്യവിക്ഷേപണം. 2 കൃത്യമായത്. 3-ാമത്തേത്, അവ വൈവിധ്യപൂർണമായിരിക്കണം. 3-ാമത്തേത് എന്താണ്? വൈവിധ്യപൂർണം ആയിരിക്കണം. ദേ ഷുഡ് ബി വേരിഡ്. എപ്പോഴും ഒരേ സൈഡിലോട്ട് ഇങ്ങനെ കൈയും ചൂണ്ടി, അല്ലേ, എപ്പോഴും ഇങ്ങനെ ചൂണ്ടി പറയുന്നതിന് പകരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതി. 2 കൈ എടുക്കാം. ചിലപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മുഖത്തിന്റെ ചലനം മുഖാന്തരം ആകാം. എങ്ങനെ വേണമെങ്കിൽ നമുക്കാകാം. അതിനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പറയുന്ന ആശയത്തിനനുസരിച്ച് ക്രമീകരിക്കുവാനായിട്ട് കഴിയണം. ഒരു പ്രസംഗ പ്രത്യേക ആംഗ്യത്തെ വികസിപ്പിക്കുകയും അത് മുഴുവൻ സമയം ഉപയോഗിക്കുകയും ചെയ്താൽ അത് ഒരു ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. സന്ദേശത്തിന്റെ ഉദ്ദേശത്തിനനുസൃതമായി നിങ്ങളുടെ കൈകൾ, വിരലുകൾ, മുഖഭാവങ്ങൾ എന്നിവയുടെ ഉപയോഗം വ്യത്യാസപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. 4, ആംഗ്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായിരിക്കണം. ആംഗ്യങ്ങൾ കൃത്യമായും സമയബന്ധിതമായിരിക്കും. ഗസ്റ്റേഴ്സ് ഷുഡ് ബി പ്രോപ്പർലി ടൈംഡ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കരുത് അതിൻ്റെ ആംഗ്യം കാണിക്കാനായിട്ട്, അല്ലേ? അങ്ങനെ ചെയ്യരുത്. നമ്മൾ വളരെ ടൈംലി ആയിട്ട് നമ്മുടെ ആംഗ്യ വിക്ഷേപണങ്ങൾ നടത്തുവാനായിട്ട്. സമയബന്ധിതമായി മോശമായ ആംഗ്യങ്ങൾ സാധാരണയായി സ്വാഭാവികതയുടെ അഭാവവും ശരിയായ പ്രചോദനവും പ്രകടിപ്പിക്കുന്നതിന് സാധിക്കത്തില്ല. അതുകൊണ്ട് ശരിയായ ആംഗ്യങ്ങൾ ശരിയായ സമയത്ത് സമയബന്ധിതമായി ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കണം. 4 കാര്യങ്ങൾ പറഞ്ഞു തന്നോ, പറയാമോ? ആംഗ്യം സ്വതസിദ്ധമായിരിക്കണം. 2, അവ കൃത്യമായിരിക്കണം. 3, വൈവിധ്യമുള്ളതായിരിക്കണം. 4, ആംഗ്യങ്ങൾ കൃത്യമായ സമയബന്ധിതമായിരിക്കണം. കൃത്യമായും സമയബന്ധിതവും ആയിരിക്കണം. ഓക്കെ. ഇനി പ്രസംഗവേദിയിലോ സ്ക്രിപ്റ്റിലോ മാത്രം നോക്കുന്നു, അത് അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയെ മുരടിപ്പിക്കുന്നതായിട്ടൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റ് മാത്രം നോക്കിക്കൊണ്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ പറ, ഞാനെ പറയാതെ നിങ്ങൾ തന്നെ പറ. നോക്കി വായന കേൾക്കുന്നവർക്ക് എങ്ങനെ തോന്നും? അരോചകമായിട്ട് തോന്നും, കേൾക്കാൻ തോന്നത്തില്ല, ഇല്ലയോ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഓർക്കുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസംഗകൻ മനസ്സോടെ അല്ല പറയുന്നത്, മനസ്സോടെ എന്തോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നല് ആർക്കുണ്ടാവാം? ഓഡിയൻസിനുണ്ടാവാം. അത് ഉണ്ടാകാനായിട്ട് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഐ കോണ്ടാക്ട് വളരെ പ്രധാനമാണ്. നമ്മുടെ നോട്ടം,
ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിലാവില്ല. ചില ആൾക്കാരാണെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ കഴുക്കോലെ നോക്കിയേ സംസാരിക്കുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജനങ്ങളുടെ മുഖത്തോട്ട് നോക്കത്തില്ല. അവരെവിടോട്ട് നോക്കും? മുകളിലോട്ട് നോക്കി മുകളിലോട്ട് നോക്കി. നമ്മളുടെ ഈവൻ അവര് വർത്താനം പറയുമ്പോഴും ശ്രദ്ധിച്ചു നോക്കിയോ, അവര് നമ്മളെ മുഖത്ത് നോക്കത്തില്ല. അവരെവിടെ നോക്കത്തുള്ളൂ? വേറെ എവിടെയില്ല. അവർ കോങ്കണ്ണായിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ വൈകല്യം കൊണ്ടൊന്നും അല്ല, പിന്നെയോ അങ്ങനെ ശീലിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആകല്ല. പ്രസംഗിക്കുന്നവരൊരിക്കലും വേറൊരു സ്ഥലത്തോട്ട് നോക്കിക്കൊണ്ട് പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? ഓ, ഈ ആള് ഞങ്ങളോടൊന്നും അല്ല പ്രസംഗിക്കുന്നത്, ഇവിടെ വന്ന് ഈ കഴുക്കോലിനോടാ പ്രസംഗിക്കുന്നത്, എന്നാ പിന്നെ ഞങ്ങൾ എന്തിനാ ശ്രദ്ധിക്കുന്നതെന്ന് ആർക്ക് തോന്നും? തോന്നാം. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഡയറക്റ്റ് ലുക്ക്, ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഡയറക്റ്റ് ലുക്ക്, ഇൻഡയറക്റ്റ് ലുക്ക്, ഇംപേഴ്സണൽ ഓർ ജനറൽ ലുക്ക്, പേഴ്സണൽ ലുക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനത് ഇത്തിരി വിശദീകരിച്ച സമയം കളയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്ക് സംശയമുണ്ടെങ്കിൽ ഇടയ്ക്ക് സംസാരിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധേയമായിട്ട് പ്രധാനമായിട്ട് തോന്നിയ ഒരു കാര്യം, വസ്ത്രധാരണവും രൂപഭാവവും, ഡ്രസ് ആൻഡ് അപ്പിയറൻസ്. നമ്മുടെ വസ്ത്രധാരണവും രൂപഭാവവും പ്രധാനമാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പ്രസംഗന്റെ വസ്ത്രധാരണത്തിനകത്ത് വല്ല കാര്യമുണ്ടോ? മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യണം. നല്ലതായിട്ട് വസ്ത്രം ധരിക്കണം. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അല്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്തറിയാമോ? നമ്മൾ തീരെ ഡേർട്ടിയായി, തീരെ കൊള്ളരുതാത്ത, അനുയോജ്യമല്ലാത്ത ഡ്രസ്സ് ധരിച്ചാല് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും. നമ്മളെക്കാളും കൂടുതൽ ആ അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കും. അതല്ല, ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരെയും കാണത്തക്കണം തിളങ്ങുന്ന അല്ലെങ്കിൽ അസ്വാഭാവികമായ ഡ്രസ്സ് ധരിച്ചാലും നമ്മളെക്കാളും കൂടുതൽ ഡ്രസ്സിനെ ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അപകടകരമായ കാര്യങ്ങളാണ്. അത് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കൂടുതലും പാശ്ചാത്യ രാജ്യങ്ങളാണ് പലപ്പോഴും ഈ ഞാൻ വായിച്ച പുസ്തകത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എഴുതിയ പുസ്തകങ്ങളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ പശ്ചാത്തലത്തിൽ വസ്ത്രധാരണത്തിന് ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വൃത്തിഹീനമായ മുടിയും താടിയും ധരിച്ച വസ്ത്രവും പ്രസംഗത്തിന്റെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നാണ്, അല്ലേ? നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ വസ്ത്രവും നമ്മുടെ രൂപവും ഭാവവും എല്ലാം സംസാരിച്ചാൽ നമ്മുടെ ഉദ്ദേശം പലപ്പോഴും പരാജയപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില പ്രായോഗികമായ നിർദ്ദേശങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒന്ന്, നിങ്ങളുടെ തയ്യാറെടുപ്പിൽ സമഗ്രമായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തയ്യാറെടുപ്പിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പറഞ്ഞ മനസ്സിലായ? നന്നായിട്ട് തയ്യാറെടുക്കുക, അതാണ് ഒറ്റ വാക്കി പറഞ്ഞ. അർത്ഥ മനസ്സുള്ള തയ്യാറെടുപ്പിനെ ഒരിക്കലും സമീപിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പകുതി തയ്യാറെടുത്ത് പ്രസംഗത്തെ അഭിമുഖീകരിക്കാനായിട്ട് പാടില്ല എന്നുള്ള. ശ്രദ്ധാപൂർവം തയ്യാറാക്കൽ തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിൽ തികഞ്ഞവരായിരിക്കണം നിങ്ങൾ എന്നുള്ളത് എപ്പോഴും ഒരു മനസ്സിനെ ഒരു പാകപ്പെടുത്തേണ്ടതായ ഒരു അനുഭവമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതൽ ഞാനെല്ലാം തികഞ്ഞിരിക്കുന്നു, ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ മാത്രം നിങ്ങൾ കോൺഫിഡൻ്റ് ആവില്ല. പിന്നെന്തിൽ കൂടെ ചെയ്യണം? നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ ആശ്രയിക്കണം, അല്ലേ? ആ സമയത്ത് അത് നന്നായിട്ട് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് ഓർക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാ അപര്യാപ്തതകളാലും നിങ്ങളെ തന്നെ ദൈവത്തിന് ലഭ്യമാക്കുക, അവൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ. പിന്നീട് രണ്ടാമത്, ആത്മവിശ്വാസത്തോടും വ്യക്തതയോടും കൂടെ സംസാരിക്കുക.
മുമ്പേ പറഞ്ഞതുമായിട്ട് ഇച്ചിരൊക്കെ ഓവർലാപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിലും ചില പ്രായോഗിക നിർദ്ദേശങ്ങളായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാം. ഓരോ വാക്കും ശ്രദ്ധാപൂർവം വിശദീകരിച്ച് നിങ്ങളുടെ വാക്കുകൾ ലളിതമായി സംസാരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം കർത്താവിന്റെ അധികാരമാണ്. പ്രസംഗിക്കാൻ അവൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. തന്റെ വചനം തന്റെ ജനത്തെ അറിയിക്കാൻ ആവശ്യമായ ശക്തി അവൻ നിങ്ങൾക്ക് നൽകും. ഈ ആത്മവിശ്വാസം നിങ്ങളിൽ അഭിമാനിക്കുന്നതിന് കാരണമാകരുത്. പകരം താഴ്മയിൽ അവനിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ സന്ദേശം തയ്യാറാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ ഉദ്യമത്തിന് ശക്തിപ്പെടുത്തുവാൻ പര്യാപ്തമാകുവാൻ അത് കാരണമായിട്ട് തീരും. 1, നിങ്ങളുടെ തയ്യാറെടുപ്പിൽ സമഗ്രമായിരിക്കുക. 2, ആത്മവിശ്വാസത്തോടും വ്യക്തതയോടും സംസാരിക്കുക. 3, നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കുക. അത് വേണ്ടായോ? Be very mindful of the time that is allotted to you. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെക്കുറിച്ച് ബോധം വേണം. 20 മിനിറ്റ് ആണ് നമുക്ക് പറയാനായിട്ട് വന്നിരിക്കുന്നെങ്കിൽ 1ാമത്തെ പോയിന്റ് കഴിയും, ഇനി 2 പോയിന്റ് കൂടെ എനിക്ക് പറയാനായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം. കൃത്യസമയത്ത് പൂർത്തിയാക്കുക. ഒരിക്കലും സമയപരിധിക്കപ്പുറം പോകുവാനായിട്ട് ഇടയാകരുത്. നിങ്ങളുടെ പ്രേക്ഷകരിലെ നിരവധി ആളുകളുടെ സമ്മർദ്ദത്തെയും പരിമിതിയെയും കുറിച്ച് നിങ്ങൾ വളരെ ബോധവാന്മാരായിരിക്കുവാനായിട്ട് കഴിയണം. 3ാമത്, പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞാൽ ആളുകളുമായി സംവദിക്കുന്ന ഒരു ശീലമാക്കുന്നത് നല്ലതാണ്. പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി അങ്ങ് പോവുകയല്ല ചെയ്യണ്ടേ. നമ്മൾ സംസാരിച്ച ആൾക്കാരോടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. മേക്ക് ഇറ്റ് എ പ്രാക്ടീസ് ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ ആഫ്റ്റർ ദ പ്രീച്ചിങ് ഈസ് ഓവർ. നമ്മൾ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ച ആൾക്കാരുമായിട്ടൊന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പ്രസംഗങ്ങളുടെയൊക്കെ മധ്യത്തിൽ നമുക്ക് വിചാരിക്കാത്ത ചില തടസ്സങ്ങളൊക്കെ നേരിടാം. ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് കറണ്ട് പോയി, പെട്ടെന്ന് മൈക്ക് ഉണ്ടെങ്കിലേ എല്ലാവർക്കും കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അതിനെ ശാന്തതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലേ? ആദ്യമായിട്ട് നമ്മൾ ഉടനെ പിന്നെ ഉച്ചത്തിലങ്ങ് പറയുക എന്നുള്ള ശ്രമത്തിനേക്കാളും ഒന്ന് ശാന്തത കൈവരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു യാഥാർത്ഥ്യമായിട്ടൊന്ന് പൊരുത്തപ്പെടുക. എന്നിട്ട് ശബ്ദം ഒന്ന് ഉയർത്തി ആ സാഹചര്യത്തോട് നമ്മൾ ആ ഒരു ശാന്തത കൈവരിച്ചില്ലെങ്കിൽ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഒന്ന് പൊരുത്തപ്പെടുന്നവരെ ശാന്തമായിട്ടിരിക്കുക. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ കുട്ടികളുടെ കരച്ചിലുണ്ടാവാം, ചിലപ്പോൾ മറ്റ് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അതിലൊന്നും പരിഭ്രാന്തരാകാതെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ? ഒന്നുകിൽ ഒരു നല്ല പാട്ട്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് ചേർന്നൊരു പാട്ട് പാടിയാൽ എന്ത് സംഭവിക്കും? എല്ലാവരും നമ്മളോട് ചേർന്ന് പാടും. അതിൻ്റെ കൂടെ തന്നെ അതിനിടയ്ക്ക് കറണ്ട് വരും, അതിനിടയ്ക്ക് തടസ്സങ്ങളെല്ലാം മാറി നമ്മളും ഒന്ന് ശാന്തമാകും, നമ്മളും ഒന്ന് പൊരുത്തപ്പെടും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ശാന്തമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഉടനെ നമ്മൾ അതിനകത്ത് വിഭ്രാന്തരായി തീരാതെ അതിനെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പൊതുവില് നമുക്ക് ചർച്ച ചെയ്യാം. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം, ഞാൻ ഒന്നുകൂടെ പറയാൻ തയ്യാറാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ചില കൺസെപ്റ്റ്സ്, ചില ആശയങ്ങള് ഓരോ വാക്കുകളായിട്ട് പറഞ്ഞാലും തിരക്കേടില്ല. ഒന്ന് പറയാമോ? എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞേ? ആദ്യം പറഞ്ഞത് പ്രഭാഷണത്തിലെ ആശയവിനിമയം.
ആശയവിനിമയത്തിലെ കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് പ്രധാനമായിട്ടും വെർബൽ ആൻഡ് നോൺ വെർബൽ. ഭാഷ, ശബ്ദം, ആംഗ്യം. അതെ. വെർബൽ അല്ല, അതിന്റെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ഒറ്റൊരു ആശയവിനിമയത്തെ വാക്കുകൾ അല്ലാത്തതുമായി തരംതിരിച്ചിട്ട്. അതായത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ടൈറ്റിലിനകത്ത് നിങ്ങൾക്ക് അതെല്ലാം പറയാൻ പറ്റും അല്ലേ? വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഭാഷയുടെ വ്യക്തത. വ്യക്തത. ഹാൻഡ്ലിംഗ് ഇന്ററപ്ഷൻസ്. നമുക്ക് തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അഭിമുഖീകരിക്കാം എന്നുള്ളത്. വോയിസിന്റെ കാര്യം ഒത്തിരി ഞാൻ പറഞ്ഞു ഇല്ലയോ? വോയിസിന്റെ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇതിന്റെ എല്ലാം നോട്ട്സ് ഒരു 2-3 ദിവസത്തിനകം തരാം. പിന്നെ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ എക്സ്പ്രഷൻ. അതെ, എക്സ്പ്രഷൻസ്. ഈ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഇനി ചോദിക്കാനായിട്ട്, നമ്മൾ ചോദിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ അതിന് ഉത്തരം പറയുക. ഇലുസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ എലമെന്റ്സ് ഇൻ ദ ഡെലിവറി ഓഫ് സെർമൺ. അതായത് നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ എലമെന്റ്സ് ഉപയോഗിക്കുന്നതിൽ കൂടി ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? വാക്കുകൾ ഉപയോഗിച്ചും വാക്യേതര ആശയവിനിമയങ്ങൾ ഉപയോഗിച്ചുമുള്ള പ്രസംഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ? ഓഡിയൻസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഓക്കെ. വാക്യങ്ങൾ ഹ്രസ്വമായിരിക്കണം. ഓക്കെ. കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അനുസരിച്ച് പറഞ്ഞേ. നോക്കിയാണ് എന്തോ കേട്ടില്ല. വ്യക്തവും ദൃഢമായിട്ട് സംസാരിക്കും. ഓക്കെ. സംഭാഷണ ഭാഷ ഉപയോഗിക്കണം. നോട്ടവും ആംഗ്യങ്ങളും എല്ലാം അവരെ ആകർഷിക്കത്തക്കതായിരിക്കും. നോട്ടങ്ങളും ആംഗ്യങ്ങളും ഒക്കെ ഏത് രൂപത്തിൽ, ഏത് ഭാഗത്ത് വരും? വെർബൽ ആണോ നോൺ വെർബൽ ആണോ? നോൺ വെർബൽ. ആശയവിനിമയങ്ങൾ അല്ലേ? അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം, പ്രസംഗം ഒരു ആശയവിനിമയമാണെന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? പ്രസംഗം ഒരു ആശയവിനിമയമാണ് എന്നതൊന്ന് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ. പ്രസംഗം ഒരു കലയാണ്. കലയാണ്. അത് തന്നെ ഞാനും പറഞ്ഞേ. അതൊന്ന് വിശദീകരിക്കുക. ആശയവിനിമയമാണ്. മനസ്സിലായോ? ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്തുവാ? അർത്ഥവത്തായ രീതിയിൽ ഞാൻ ഒരാളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേറൊരാളിലേക്ക് എത്തണം. മനസ്സിലാകുന്ന രീതിയിൽ. പ്രസംഗം ഒരു ആശയവിനിമയമാണ് എന്നുള്ള രീതി എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഉള്ളടക്കം മനസ്സിലാക്കി. അയ്യോ, നിങ്ങൾ പുസ്തകത്തിലൊന്നും നോക്കണ്ട. നിങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങ് ഉത്തരം പറഞ്ഞാൽ മതി. പ്രസംഗം ഒരു ആശയവിനിമയമാണ്, ഞാൻ അത് പറഞ്ഞു. അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ഗ്രഹിച്ചിരിക്കുന്ന ആ കാര്യങ്ങളെ പറഞ്ഞവരെ മനസ്സിലാക്കിക്കുക. അതാണ്. അതെ. വേറെന്തെങ്കിലും അതിനോടനുബന്ധിച്ച്? പ്രസംഗത്തിന്റെ നോട്ടം ഓഡിയൻസിനോടായിരിക്കണം. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് പ്രസംഗം എന്ന് പറയുന്നതും ലക്ഷ്യമെന്ന് പറയുന്നതും അതിന്റെ ഒരു ചാലകം മാത്രമാണ്. എന്ത്? പ്രസംഗം ഉണ്ട്, ലക്ഷ്യമുണ്ട്. അതിന്റെ ഒരു ചാലകം മാത്രമാണ് പ്രസംഗകൻ. ഞാൻ പറഞ്ഞായിരുന്നു അത്? ഓർക്കുന്നു അല്ലേ?
അപ്പൊ അതൊരു ആശയവിനിമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? ആണോ അല്ലയോ? അതെ അതെ. അപ്പം കണ്ടന്റ് ആൻഡ് എന്താ പറഞ്ഞേ, അതുപോലെ തന്നെ ഓഡിയൻസ്, പിന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാലകമാണ്, മാധ്യമമാണ് യഥാർത്ഥത്തിൽ പ്രസംഗകൻ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പ്രസംഗം ഏറ്റവും എഫക്റ്റീവ് ആക്കാവുന്ന, ഏറ്റവും നന്നാക്കാൻ കഴിയുന്നതായ ചില കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ. നോക്കി പറയണ നിർബന്ധമില്ല, നോക്കി പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കിയത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, ഇതുവരെ നമ്മൾ പ്രസംഗിച്ചതിനേക്കാളും ഒന്നുകൂടെ മെച്ചമായിട്ട് ഞാൻ ഇനിയും പ്രസംഗിക്കും. അതെങ്ങനെ പ്രസംഗിക്കും എന്നൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നോക്കി പറയരുത്. വെരി ഗുഡ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കി പറയത്തില്ല എന്നൊരു തീരുമാനം എടുക്കുക. നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിനെ കുറിച്ച് നമ്മൾ അഗാധമായി പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിരിക്കണം. സംശയം ഉണ്ടാകാൻ പാടില്ല, കോൺഫിഡന്റ് ആവണം. പിന്നെ സൗഹൃദപരമായി സംസാരിക്കണം. വെരി ഗുഡ്. അതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് സൗഹൃദമായിട്ട് അവരെ കയ്യിലെടുക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗഹൃദമായിട്ട് സംസാരിക്കുവാനായിട്ട് കഴിയണം. പിന്നെ ആക്രോശിച്ച് പറയരുത്, അതും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആക്രോശിച്ച് പറയുക, അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, പക്ഷെ ഭയങ്കര ആക്രോശിച്ചാ പറയുന്നത്. വല്ലതും സ്നേഹം കിട്ടുമോ അവിടെ? സ്നേഹത്തെ കുറിച്ച് നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റുമോ? ഇല്ല. ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി സഹായത്തിന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രസംഗങ്ങൾ ഏറ്റവും നന്നായിട്ട് വിതരണം ചെയ്യുവാൻ, അല്ലെങ്കിൽ അവർക്ക് സംവേദനം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അതിനെന്തോ വേറെ വാക്ക് പറയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ, അല്ലെങ്കിൽ അത് ആശയ വിതരണത്തിന്, വിനിമയമല്ല വിതരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയാമോ? നമ്മൾ പറയുന്നതെല്ലാം ഓവർലാപ്പ് ചെയ്തു പോവും, സാരമില്ല, എന്ന് പറയാമോ? ഞാൻ അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതാനായിട്ട് തരികയാണ്. നിങ്ങളുടെ പ്രസംഗം ഏറ്റവും നന്നായിട്ട് വിതരണം ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രസംഗിക്കുന്ന ആൾക്കാരിൽ എല്ലാവരിലേക്കും നമ്മൾ വിതരണം ചെയ്യാനായിട്ട് കഴിയണം. വിനിമയമല്ല, വിതരണം. ചിലര് ശ്രദ്ധിച്ചു, ചിലര് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, അവരിലേക്ക് എല്ലാവരിലേക്ക് എത്തുന്നെന്ന് ഉറപ്പാക്കാനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ അതെന്തൊക്കെയാകുന്നു എന്നുള്ളത്. ഉപമകളും കഥകളും. വെരി ഗുഡ്. പിന്നെ സംഭവകഥകൾ പറയാം. സംഭവകഥകൾ, തമാശ. മൊത്തം തമാശ ആകരുതെന്നേ ഉള്ളൂ. അതിനകത്ത് ഒരു അപകടമുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ തമാശ ആകരുത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്നറിയോ, ഈ തമാശ പറയുന്നവർക്ക് വലിയ ഡിമാൻഡാണ്. അത് ശരിയാ. പക്ഷെ കായംകുളത്ത് ഒരു പ്രത്യേക ഒരു മീറ്റിങ്ങിന് ഒരച്ഛനെ വിളിച്ചു. ആ അച്ഛനെ വിളിച്ചതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്, ആൾക്കാരെ കൂട്ടുക എന്നുള്ളതാണ്. ഞാൻ ഏത് അച്ഛനെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞത് കുളമാക്കി. ഇനിയിപ്പൊ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, കൂടുതല് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ തമാശകാരെ ഉപയോഗിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം, നമുക്ക് ഉദ്ദേശശുദ്ധി അങ്ങ് പോവുമല്ലേ. അതായത് ക്രിസ്മസിന്റെ ഒരു പ്രധാനപ്പെട്ട സെലിബ്രേഷൻ, ഒരു മെസ്സേജ് നൽകുന്നതിന് ഒരു തമാശക്കാരനെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കൂടുതൽ തമാശ നമുക്ക് വേണ്ട, പക്ഷെ വേണം തമാശ, അല്ലേ? സൗഹൃദപരമായിട്ട് മറ്റുള്ളവർക്ക് ലളിതമായിട്ട് മനസ്സിലാകുന്ന ഒരു സംവേദന രീതിയും കൂടെ ജോക്സ് എന്ന് പറയുന്നത്. അതിനൊരു അതിർത്തി ഉണ്ടാവണം, അതിനൊരു അതിർത്തി നിർണയം നമുക്കുണ്ടാവണം. ഞാൻ ഇപ്പോൾ തന്നെ 19ആയി.
ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് പൊതുവായിട്ട് സംശയങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ പറയാം. ഇത് ക്ലാസ് ലാസ്റ്റ് ആണ് കേട്ടോ, ക്ലാസ്സുകളിൽ ലാസ്റ്റ് ആണ്. ഇനി അടുത്തത് ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. നിങ്ങൾ പ്രസംഗിക്കാനായിട്ട് തയ്യാറാകണം അടുത്ത ആഴ്ചത്തേക്ക്. അതോടുകൂടി തീരുക, സമാപിക്കുക നമ്മുടെ ക്ലാസ്. അപ്പം അതെങ്ങനെയാ ക്രമീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓരോ 10 മിനിറ്റ് വെച്ച് തരും. 10 മിനിറ്റ് തരും, അതിനകത്ത് നിങ്ങൾ പ്രസംഗിക്കണം. ആരും നിങ്ങൾ എന്താ പറഞ്ഞ നിങ്ങൾ വരാതിരിക്കരുത്. അത് കാരണം ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം കൂടെ പറയുന്നതായിരിക്കും. അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. വേണോ വേണ്ടായോ അത് പറ. അങ്ങനെ അങ്ങോട്ട് പറ, വേണം. അപ്പൊ ഞാൻ ഈ എടുത്ത ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രസംഗിക്കാനായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കിട്ടിയോ? കുറെ കിട്ടി. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് അതൊന്ന് നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയി. അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം ഒരു പരിധി വരെ നമുക്ക് സഹായിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും കാണാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു, ഇല്ലയോ? ഞാൻ നോക്കിയപ്പോ അതിനകത്ത് നിങ്ങളെല്ലാം കണ്ടതുപോലെ കണ്ടു അല്ലേ? എനിക്ക് തോന്നുന്നു ആരും കാണാതിരുന്നിട്ടില്ല. ആരെങ്കിലും കാണാത്തുണ്ടോ? ഇല്ല, എല്ലാരും ഉണ്ട്. 10-16 പേരൊക്കെ കണ്ടായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്ത് കാണും. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അതിനകത്ത് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. ഇപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിച്ചതിനെ കുറിച്ച് ഉള്ള നോട്ട്സ് ഈ ആഴ്ച തന്നെ അയച്ചു തരാം. അപ്പൊ അതുകൂടെ വായിക്കുക. അപ്പോ നിങ്ങളുടെ എക്സാമിന്റെ ഒരു ഭാഗം കൂടി ആയിരിക്കും അടുത്ത ആഴ്ചത്തെ നിങ്ങളുടെ സെർമൺ ഡെലിവറി കേട്ടോ. അപ്പൊ നിങ്ങള് ഒത്തിരി അസ്വാഭാവികതയൊന്നും ഉണ്ടാക്കണ്ട. വളരെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഞാൻ ആ പറയുന്ന പ്രസംഗത്തെ കുറിച്ച് ഒരു ഐഡിയ പറയട്ടെ. പറയണോ അതോ നിങ്ങൾ ചെയ്തോളാം? ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ശൈലിയിലുള്ള ഒരു പ്രസംഗം പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, അലിഗോറിക്കലായിട്ട് പ്രസംഗിക്കാം, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ പ്രസംഗമാകാം, പിന്നെ എന്തായിരുന്നു എക്സിജറ്റിക്കൽ പ്രസംഗമാകാം, ടോപ്പിക്കൽ പ്രസംഗമാകാം. ഇങ്ങനെ ഏത് ശൈലി നിങ്ങൾ എടുത്തോ. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ശൈലിയും കൂടെ ഉണ്ട്. അത് നിങ്ങളോട് പതുക്കെ ഒന്ന് പറഞ്ഞേക്കാം. അതൊന്നും പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. പണ്ട് തൊട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി തന്നെയാണ് നറേറ്റീവ് സർമൺ എന്ന് പറഞ്ഞിട്ടൊരു ശൈലിയുണ്ട്. നറേറ്റീവ് സർമൺ എന്ന് പറഞ്ഞാൽ ഒരു കഥ പറഞ്ഞ് വിശദീകരിച്ച് പ്രസംഗിക്കുന്നതിനാണ് പറയുന്നത്. അതിന് പോയിന്റ്സ് ഒന്നും ഇല്ല. ഇപ്പം വേദപുസ്തകത്തിലെ ഒരു കഥ നന്നായിട്ട് വിവരിച്ച് ഒരു എന്താ പറയുന്നത് പറഞ്ഞ് അതിനകത്ത് സാരാംശങ്ങളും അതിനകത്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു ശൈലിക്കാണ് എന്ത് പറയുന്നേ? നറേറ്റീവ് സർമൺ അല്ലെങ്കിൽ വിവരണ പ്രസംഗം എന്ന് വേണേൽ പറയാം. ഞാനത് എൻ്റെതായ മലയാളത്തിലങ്ങ് പറഞ്ഞതാണ്. വിവരണാത്മകമായ പ്രസംഗം എന്ന് വേണേൽ പറയാം, നറേറ്റീവ് സർമൺ. അപ്പൊ അത് ആ രീതിയിലായിക്കോട്ടെ. നിങ്ങളുടെ സർമൺ എങ്ങനെയാണേലും കുഴപ്പമില്ല. പക്ഷെ ഒരു സ്റ്റൈല്, ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദിക്കും ഏത് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയണം. ആ മെത്തേഡിന്റെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യണം. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ടോപ്പിക് അപ്പോഴേ തരത്തുള്ളോ? ടോപ്പിക് ഒന്നുമല്ല. ടോപ്പിക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എനിക്ക് അറിയേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്തത്, ആ മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്തോ, ഇത് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ആ ടൈപ്സ് ഓഫ് സർമൺ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പഠിപ്പിച്ചില്ലായിരുന്നോ?
ഇത് നമ്മുടെ ഇതിനകത്തുണ്ട്, യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ വേണേ ഒന്നുകൂടെ പോയി നോക്കിക്കോ. ഉണ്ട്. ടോപ്പിക്കൽ ടോപ്പിക്കൽ സെർമൺ, ടെക്സ്റ്റുവൽ സെർമൺ, എക്സ്പോസിറ്ററി സെർമൺ, പിന്നെ ബയോഗ്രാഫിക്കൽ ബയോഗ്രാഫിക്കൽ സെർമൺ, ഇപ്പൊ ഞാൻ പറഞ്ഞ നറേറ്റീവ് സെർമൺ. ഇങ്ങനെ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ടോപ്പിക് വേണമെങ്കിലും എടുക്കാം, ഏത് ഭാഗം വേണമെങ്കിലും എടുക്കാം, അതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ എനിക്കറിയേണ്ടത് ഞാൻ കേൾക്കാൻ വയ്യ കേട്ടോ, സൗണ്ട് നേരത്തെ ഒത്തിരി കുറഞ്ഞു ഇപ്പം. ആണോ, എന്റെ ആണോ? എന്റെ സൗണ്ട് ആണോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ശരിയായിട്ട്. നേരത്തെ നല്ല സൗണ്ട് കേട്ടോണ്ടിരുന്നു, ഇപ്പൊ കുറച്ചു നേരമായിട്ട് സൗണ്ട് തീരെ കുറഞ്ഞു. കേൾക്കാം, ഞങ്ങൾക്ക് കേൾക്കാം. ആണോ? എന്നാ ഞാൻ ഉറക്കെ പറയാം മാമേ. അതായത് അടുത്ത ആഴ്ച നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും 10 മിനിറ്റ് വീതം ഒരു പ്രസംഗം പറയുക. നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കാം, നിങ്ങൾക്ക് തന്നെ ഒരു തീം എടുക്കാം, ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. ആ മെത്തേഡിനകത്ത് പറഞ്ഞിരിക്കുന്നതായ കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് ഫോളോ ചെയ്യണം. എക്സ്പോസിറ്ററി ആണെങ്കിൽ ആ എക്സ്പോസിറ്ററി ആയിരിക്കണം, ടോപ്പിക്കൽ ആണെങ്കിൽ ടോപ്പിക്കൽ ആയിരിക്കണം, ടെക്സ്റ്റുവൽ ആണെങ്കിൽ ടെക്സ്റ്റുവൽ ആയിരിക്കണം. അത് നിങ്ങൾ തെറ്റിക്കില്ല. അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല നിങ്ങളുടെ മൊത്തത്തിലുള്ള പരീക്ഷയുടെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ കണക്കാക്കുകയും ചെയ്യണം. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അത് ചെയ്യണം. അടുത്ത ആഴ്ചത്തെ ക്ലാസ് സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ബാക്കി ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഞാൻ പോവാം. കഴിഞ്ഞില്ല, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയും, വിവരങ്ങൾ പറയും. പ്രത്യേകിച്ച് ഒന്നുമില്ല. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്, കെയർ ആൻഡ് കൗൺസിലിങ്ങിന്റെ 2 മണിക്ക് തുടങ്ങും. 1:50 തൊട്ട് നമുക്ക് ലിങ്കിൽ കയറാം. പിന്നെ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അല്ലെങ്കിൽ ആ യൂട്യൂബിൽ നോക്കി ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതിയായിരിക്കും, മനസ്സിലാവുമായിരിക്കും. യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചോദിക്കുക കേട്ടോ. നിങ്ങൾ ഒന്നിൽ ആ വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ആരോടാ ചോദിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുന്നത് എൻ്റെ പേര് പറഞ്ഞുകൊണ്ടിടണം. ഷെറിൽ സാറിനോടാണെങ്കിൽ ആ പേര് ഇടണം. അങ്ങനെ ഇടാമെങ്കിൽ സൗകര്യമായിരിക്കും, അവരതൊന്ന് പ്രിപ്പയർ ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സൂസൻ സ്റ്റീഫൻ എല്ലാം മനസ്സിലാവുന്നുണ്ടോ? മലയാളങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്ക് ചില വേർഡ്സ് ഒന്നും അങ്ങനെ പിടികിട്ടത്തില്ല. ഇംഗ്ലീഷ് വേണമെന്നുണ്ടോ? കിട്ടിയാ നല്ലായിരുന്നു. ഓക്കെ, ഞാൻ അയക്കാം. ശരി അച്ഛാ, താങ്ക് യു. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പൈസ കൊച്ചമ്മയെ ഏൽപ്പിച്ചാ പോരെ? മതി. അടുത്ത മാസം അവസാനത്തിന് മുമ്പേ മതി ഫീസ് അടയ്ക്കുന്നു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.